വനിതാ മോഷ്ടാവ് പട്ടാപ്പകൽ ക്ഷേത്രത്തിലെത്തി കാണിക്കവഞ്ചികൾ കൊള്ളയടിച്ചു കൊണ്ടുപോയ ഞെട്ടലിലാണ് പുത്തൂരിലെ നാട്ടുകാർ. ഇന്നലെ ഉച്ചയ്ക്കാണ് മോഷണം നടന്നത്. ക്ഷേത്ര പരിസരത്തിന് 50 മീറ്റർ മാത്രം അകലത്തിലാണ് ഓട്ടോ സ്റ്റാൻഡും കടകളുമൊക്കെയുള്ള ജംഗ്ഷൻ. ആളുകളെല്ലാം അവിടെയുള്ളപ്പോൾ, അതായത് ഉച്ചയ്ക്ക് 1:45 ബൈക്കിൽ 2 പേരെത്തി. യുവാവിനൊപ്പമെത്തിയ യുവതി ക്ഷേത്രത്തിലെ 3 കാണിക്കവഞ്ചികൾ കവർന്നുകൊണ്ടുപോകുന്നത് CCTV ദൃശ്യങ്ങളിൽ കാണാം. ക്യാമറയിൽ പെടാതിരിക്കാൻ മുഖം മറച്ച മാസ്ക് ധരിച്ചാണ് മോഷ്ടാവെത്തിയത്. കാണിക്കവഞ്ചികൾ അതുപോലെ എടുത്ത് ബാഗിലാക്കി. യുവതിയെ പൾസർ ബൈക്കിൽ കാത്തുനിന്ന യുവാവ് കൂട്ടിക്കൊണ്ടുപോയി. വൈകിട്ട് ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരാണ് കവർച്ച നടന്നെന്ന് കണ്ടെത്തിയത്. ഈ വഞ്ചി അപകരിച്ചുകൊണ്ട് പോയ ദുരൂഹമാണ്. ഇവിടെ ഞങ്ങൾ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി, അതുകൊണ്ടാണ് ക്യാമറയുടെ മുന്നിലെത്തുമ്പോൾ അവർ മുഖം മറക്കുകയും ബൈക്ക് കൃത്യമായി നമ്പർ പ്ലേറ്റ് മറക്കുകയും എല്ലാം ചെയ്ത് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി. 3 വഞ്ചിയിലും കൂടെ ഏകദേശം ഒരു 2800-3000 രൂപ അടുത്ത് കാണണം. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള മൈലംകുളം ക്ഷേത്രത്തിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ വെച്ച് മോഷ്ടാക്കൾ കാണിക്ക വഞ്ചി പൊട്ടിച്ച് പണമെടുത്തു. ശേഷം വഞ്ചി അവിടെ ഉപേക്ഷിച്ചു. ഇത് നാട്ടുകാരാണ് കണ്ടെത്തി പോലീസിന് കൈമാറിയത്. കവർച്ചാ വിവരം പുറത്തു വന്നതോടെ പന്തളം ഇടപ്പോണിലെ ഒരു ക്ഷേത്രത്തിലും മോഷണം നടത്തിയത് ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നതിന് സമാനമായ സ്ത്രീയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പുത്തൂർ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.